ശിവഗിരിയിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിക്ക് കെ സുധാകരന്റെ പിന്തുണ. സനാതന ധർമ്മത്തിന്റെ പേരിൽ ഗുരുദേവനെ ചാതുർവർണ്ണ്യത്തിലും വർണ്ണാശ്രമത്തിലും തളയ്ക്കാൻ ശ്രമമെന്ന് കെ സുധാകരൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ റാഞ്ചിയെടുക്കാൻ ശ്രമം നടക്കുന്നു. ഗുരുദേവനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ല എന്നും സുധാകരൻ ശിവഗിരിയിൽ പറഞ്ഞു. ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണ്യത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പറയുന്നതിനെ എതിർക്കുകയും അത്തരം വൈരത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന കെ സുധാകരനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആശയത്തെ അതേപടി ആവർത്തിക്കുന്നു കെ സുധാകരൻ. വലിയ രാഷ്ട്രീയമായി തന്നെ വലിയ പ്രത്യേകതയുണ്ട്. ഒപ്പം അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ശിവഗിരിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്? ലക്ഷ്മി, ശിവഗിരി തീർത്ഥാടനം തുടങ്ങിയത് മുതൽ വലിയ വിവാദമാണ്, അല്ലെങ്കിൽ ചർച്ചയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവാണോ പ്രയോക്താവാണോ ചർച്ച സജീവമായി നടക്കുകയാണ്. തുടക്കം എന്ന് പറയുന്നത് BJP നേതാവ് വി മുരളീധരന്റെ പ്രസംഗമാണ്. സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള ദർശനങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതെന്നായിരുന്നു വി മുരളീധരന്റെ പരാമർശം. അതിനുശേഷം ഇന്നലെ ആ പ്രസ്താവനയെ, ആ പരാമർശത്തെ വലിയ രീതിയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ശ്രീനാരായണ ഗുരു ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഭാഗമല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ സന്യാസി വര്യനാണ് അദ്ദേഹം ഒരു ജാതിയുടെയും ഭാഗമല്ല. പക്ഷേ അദ്ദേഹത്തെ സനാതന ധർമ്മത്തിന്റെ ഭാഗമായി ആ ചട്ടക്കൂടിലേക്ക് കെട്ടാനുള്ള ശ്രമം നടക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ഗുരുവിനോടുള്ള നിന്ദയാണ് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഈ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുള്ളത്. പൂർണ്ണമായും മുഖ്യമന്ത്രി പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വാക്കുകളെ പിന്തുണച്ചാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. തുടക്കം BJP നേതാവിൻ്റെതായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പിന്തുണ കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായുള്ള ചാതുർവർണ്ണ്യത്തിലേക്കും വർണ്ണാശ്രമത്തിലേക്കും ഈ ശ്രീനാരായണ ഗുരുവിനെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ തട്ടിയെടുക്കാനുള്ള, റാഞ്ചിയെടുക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നു എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അങ്ങനെ ഈ ശ്രീനാരായണ ഗുരുവിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അങ്ങനെ അക്കാര്യം നമ്മൾ ഓർമ്മിക്കണമെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. ലക്ഷ്മി, ബിനിൽ ലീല സാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.